അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു വൈറ്റ് സോസ് പാസ്റ്റയാണ്. നിങ്ങൾ തമ്മിൽ കണ്ടില്ലേ? അപ്പോൾ വൈറ്റ് സോസ് പാസ്ത ഏറ്റവും സിമ്പിൾ ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ റെസിപ്പി. ചീസും സാധനങ്ങളൊന്നും നമ്മൾ ഇതിനകത്ത് ഇടുന്നില്ല. വീട്ടിലുണ്ടാവുന്ന എന്താ പറയുക, എപ്പോഴും വീട്ടിലുണ്ടാവുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ പാസ്ത ഉണ്ടാക്കുന്നത്. അപ്പോൾ പാസ്ത വീട്ടിലുണ്ടാവും എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. പാസ്ത വീട്ടിലുണ്ടാവണം. അപ്പോൾ വീട്ടിൽ പാസ്തയും പിന്നെ വിപ്പിംഗ് ക്രീമാണ് ഇതിനകത്ത് നമ്മൾ വീട്ടിൽ എപ്പോഴും യൂസ് ചെയ്യാത്തൊരു സാധനം ഉണ്ടാവുക. അതിന് പകരം നമുക്ക് പാൽ ഉപയോഗിച്ചാലും കുഴപ്പമില്ല, കുറച്ച് നേരം വറ്റിക്കേണ്ടി വരുന്നേ ഉള്ളൂ. അപ്പോൾ പാല് ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇത് അധികം സ്പൈസി അല്ലാത്ത ഒരു ഡിഷാണ്, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം. അധികം എരിവൊന്നും കഴിക്കാത്ത കുട്ടികളുണ്ട്. എന്നാൽ ചിക്കനും എന്താ പറയുക കാർബോഹൈഡ്രേറ്റും കയറ്റണം എന്നുണ്ടെങ്കിൽ, അതായത് കുട്ടികളുടെ ശരീരത്തിൽ കയറുന്നല്ലോ, പിള്ളേർ കഴിക്കില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇഷ്ടമുള്ള വെജിറ്റബിൾസും ഇതിനുള്ളിൽ ആഡ് ചെയ്യാം. പക്ഷേ ഞാനിവിടെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമാണ് ഞാനിപ്പോൾ ഇതിൽ കാണിക്കാൻ പോണത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമുക്ക് നോക്കാം. നമ്മളപ്പോൾ ഇവിടെ യൂസ് ചെയ്യണത് പെന്നെ പാസ്തയാണ്. നമ്മളുടെ വീട്ടിൽ മക്രോണി, നമ്മുടെ നാട്ടിൽ മക്രോണി ഒക്കെ കിട്ടില്ല, അത് യൂസ് ചെയ്താലും ഇതിനകത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ 1 കപ്പ് പെന്നെ പാസ്ത യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് ആദ്യം വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം, ചൂടുവെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കണമെങ്കിൽ തിളപ്പിക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് വെള്ളത്തിൽ തന്നെ വെച്ച് തിളപ്പിച്ച് തുടങ്ങും. അങ്ങനെ തിളപ്പിച്ച് നല്ലപോലെ വേവിക്കണം. കുറച്ച് സമയം എടുക്കും. അരിയൊക്കെ വേവണ പോലെ തന്നെയാണ് പാസ്ത വേവാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമ്മളുടെ മാഗിയൊക്കെ ഉണ്ടാക്കണം അല്ലെങ്കിൽ നൂഡിൽസ് ഉണ്ടാക്കണേക്കാളും കുറച്ചധികം സമയം വേവിക്കാനെടുക്കും. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കുറച്ച് ഒലിവ് ഓയിൽ, 1 ടീസ്പൂൺ ഒലിവ് ഓയിലും കൂടി ഒഴിച്ച് നല്ലോണം ഇളക്കി നമുക്കിതിനെ നല്ലപോലെ വേവിച്ചെടുക്കാം. സിമ്പിൾ റെസിപ്പിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എല്ലാം കൂടി ഒരു പാനിലിട്ടിട്ട് തീർക്കാനാണ് എൻ്റെ പ്ലാൻ കേട്ടോ. അപ്പോൾ ഇതും ഒരു ഉടായ്പ റെസിപ്പി ആയതുകൊണ്ട് നമുക്ക് വേഗം ഈ ഉടായ്പിലേക്ക് പോവാം. അപ്പോൾ ഈ വേവിച്ച് വെച്ച പാസ്ത നമുക്ക് സ്ട്രെയിൻ ചെയ്തിട്ട് ഒരു അരിപ്പയിലേക്ക് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഈ സെയിം പാത്രം തന്നെ ചൂടാക്കിയിട്ട് 2 ടേബിൾ സ്പൂൺ വേണമെന്നില്ല, 1 ടേബിൾ സ്പൂൺ മതി. 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നല്ല നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ച ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. 1 നുള്ളു കുരുമുളക് പൊടി. ഞാൻ ഇവിടെ 1/2 ടീസ്പൂണാണ് കുരുമുളക് പൊടി ഉപയോഗിച്ചിട്ടുള്ളത്. 1/2 ടീസ്പൂൺ തൊട്ട് 1 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി യൂസ് ചെയ്യും. ഞാനിവിടെ 1/2 ടീസ്പൂണാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു അല്ലി വെളുത്തുള്ളി നല്ല നൈസായിട്ട് ചോപ്പ് ചെയ്തതും കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് ഇതിനുള്ളിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പാസ്ത ഇട്ട് കൊടുക്കാം. ഇതിന് മുകളിലേക്ക് നമ്മൾ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ വിപ്പിംഗ് ക്രീം വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സാധാ പശുമ്പാൽ ഉപയോഗിക്കാം. ടേസ്റ്റിന് ഒരു വ്യത്യാസവും വരത്തില്ല. ആ ക്രീമിനെസ്സിൽ ഒരു വ്യത്യാസം വരുന്നല്ലാതെ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പാലൊഴിച്ചിട്ട് ഞാൻ ഇടയ്ക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ പാലൊഴിച്ച് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിക്കുകയാണ്. അത് നല്ലപോലെ ഇളക്കാം. 1 ടീസ്പൂൺ ഒറിഗാനോ. ഞാനിവിടെ ഇറ്റാലിയൻ സ്പൈസ് മിക്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് ചെപ്പിൽ നമുക്ക് മേടിക്കാൻ കിട്ടില്ലേ. അപ്പോൾ അത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഒറിഗാനോ ഇട്ടാലും മതി. ഇതിനകത്ത് നമുക്ക് വെജിറ്റബിൾസ് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. സവോളയോ ക്യാപ്സിക്കോ ബ്രോക്കലിയോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഞാനിത് ഏറ്റവും സിംപ്ലസ്റ്റ് ബേസ് ഫോമാണ് പറഞ്ഞു തരുന്നത്. നല്ലപോലെ ഇളക്കുക. ഇളക്കി കഴിയുമ്പോൾ നമ്മളുടെ ആ വിപ്പിംഗ് ക്രീമൊക്കെ ഇങ്ങനെ വറ്റി എല്ലാത്തിനും മേളിൽ ഇങ്ങനെ കോട്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ചൂടോടെ തന്നെ നമുക്ക് സെർവ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ നമ്മളുടെ വൈറ്റ് സോസ് പെന്നെ പാസ്ത. സിമ്പിളായിട്ട് ഉണ്ടാക്കിയില്ലേ. അപ്പോൾ നമ്മൾ വീട്ടിൽ ചിക്കൻ പാസ്തയൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ്. സംഭവം പറയുമ്പോൾ ഇറ്റാലിയൻ റെസിപ്പി ആയതുകൊണ്ട് നമുക്ക് കോണ്ടിനെൻ്റൽ ഫുഡാന്നൊക്കെ പറഞ്ഞ് നമുക്ക് പിള്ളേരെ പറ്റിച്ച് പിള്ളേരെ കൊണ്ട് വേഗം കഴിപ്പിക്കാം. അപ്പോൾ ഇനി അടുത്ത കാര്യപരിപാടി നമ്മൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കുകയാണ്. അപ്പോൾ ഇത് അധികം സ്പൈസി ആയിട്ടുള്ള ഫുഡല്ല, നമ്മളുടെ ഒത്തൻറ്റിക് ഇറ്റാലിയൻ ആ ഒരു സ്റ്റെപ്സ് തന്നെയാണ് ഞാൻ ഫോളോ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത്തിരി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. എൻ്റെതായ രീതിയിൽ ഇത്തിരി എളുപ്പത്തിൽ നമുക്ക് വീട്ടിലെങ്ങനെ ചെയ്യാന്നുള്ളതിൻ്റെ കാരണത്താൽ ഇത്തിരി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമുക്കിപ്പോൾ തന്നെ ടേസ്റ്റ് നോക്കാം. ലാലിലോ രക്ഷിത. എനിക്ക് പേഴ്സണലി വൈറ്റ് സോസ് പാസ്ത ഭയങ്കര ഇഷ്ടമാണ്. കുട്ടന് അത്ര ഇഷ്ടമല്ല കേട്ടോ. കുട്ടന് എപ്പോഴും എരിവും പൊറോട്ടയും ബീഫും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. കോണ്ടിനെൻ്റൽ ഫുഡിൽ പോയാലും ചൈനീസും ഏഷ്യൻ കുക്കിങ്ങിലുള്ളതാണ് കൂടുതൽ ഇഷ്ടം. അല്ലെങ്കിൽ പിന്നെ സ്റ്റേക്ക് വരണം. അപ്പോൾ ഇങ്ങനത്തെ ഫുഡ് കുട്ടന് അത്ര വലിയ താല്പര്യമില്ല, എന്നാലും കഴിക്കും. എനിക്ക് ഭയങ്കരമായിട്ട് ക്രേവിങ് വരുമ്പോൾ ഞാൻ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ കഴിക്കില്ല എന്നല്ല, പക്ഷെ എന്നാലും എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഈ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കണം. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരുടെ അടുത്തും വീഡിയോസൊക്കെ ഷെയർ ചെയ്യുക. എന്നെ ഹെൽപ്പ് ചെയ്യണം, എൻ്റെ ചാനൽ ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ ടാറ്റാ.